ഹലോ, അൻസാർ മുഹമ്മദ് ബദിയു. നമ്മൾ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പാർട്ട് 1 നമ്മൾ ഓൾറെഡി സംസാരിച്ചു, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടേ നിങ്ങൾക്ക് കാണാം. ഏകദേശം 6ഓളം വരുമാന മാർഗ്ഗങ്ങൾ ഞാനതിൽ പരാമർശിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് പറയാം. ഇനി ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള വഴി എന്ന് പറഞ്ഞത്, ഒന്ന്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങുകൾ എടുക്കാം, എന്തെങ്കിലും സ്പീക്കിംഗ് എൻഗേജ്മെൻ്റ് ഒക്കെ ചെയ്യാം. നല്ല അവസരത്തിലൊരു സംഭവമാണ്. ഇത് മാത്രം വെച്ച് ജീവിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നല്ല രസമാണ്. ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് മണി ട്രെയിനിങ് രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ ഏകദേശം വൈകിട്ട് 7 മണി വരെ 11 മണിക്കൂറാണ് നമ്മൾ ട്രെയിനിങ്. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് നമ്മൾ സംസാരിക്കുകയാണ്, നമുക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ. അപ്പോൾ നമ്മളത് സംസാരിക്കുന്നു, കുറേ ആളുകൾ വരുന്നു, അവരെ നമ്മൾ സാമ്പത്തികമായി വളരാൻ വേണ്ടി പഠിപ്പിക്കുന്നു, വളരെ ആക്റ്റീവായിട്ട് അവരൊക്കെ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അവരവരുടെ കാര്യങ്ങൾ പറയുന്നു, അതിന് മറുപടി നമ്മൾ കൊടുക്കുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നു. കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, കൂടുതൽ പാർശ്വ ഇൻകം എങ്ങനെ ഉണ്ടാക്കാം, ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ നമ്മുടെ നിലവിലെ സാമ്പത്തിക അവസ്ഥ എന്തൊക്കെയാണ്. അപ്പം ഒരു ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സംസാരിക്കുന്നത്, ആളുകളുമായി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ സ്മാർട്ട് മണി വരികയാണെങ്കിൽ ഒരു 10-11 മണിക്കൂർ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഭയങ്കര രസമായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് പണമുണ്ടാക്കാം, അഥവാ സ്പീക്കിങ്ങോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ എടുത്തിട്ട്. വേറൊരു മാർഗ്ഗം ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു മാർഗ്ഗമാണ് കൺസൾട്ടിങ് ആൻഡ് കോച്ചിങ് എന്ന് പറയുന്നത്. നല്ല ഒരു പരിപാടിയാണ്. നിങ്ങൾ പഠിക്കണം, നല്ല കഴിവുണ്ടാക്കിയെടുക്കണം, അതിന് പറ്റിയ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അഥവാ കോച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഫുട്ബോൾ കോച്ചിന് നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും പരിചയമാണ് ഒരു ഫുട്ബോൾ കോച്ച് നല്ല വരുമാനമല്ലേ. അപ്പോൾ അദ്ദേഹം ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു, പ്ലെയേഴ്സിനെ അദ്ദേഹം മോൾഡ് ചെയ്യുന്നു, പ്ലെയേഴ്സിൻ്റെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നു, സ്ട്രാറ്റജിയുടെ പാർട്ടാവുന്നു, ഈ ടീമിൻ്റെ കൂടെ നിൽക്കുന്നു, അവരൊരു ഫാമിലിയായി കൊണ്ട്. ഇതേപോലെ ഒരു ബിസിനസ് ഓണേഴ്സിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു സുഹൃത്തല്ല, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കോച്ചിങ് ആണ് വേണ്ടത്, ഫൈനാൻഷ്യൽ കോച്ചിങ്, പേഴ്സണൽ വെൽത്ത് കോച്ചിങ് ആണ് വേണ്ടത്. വളരെ ടെൻഷൻ അടിച്ച് മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് അദ്ദേഹം വന്നത്. 32 ലക്ഷം രൂപ അദ്ദേഹത്തിന് കടമുണ്ട്. 32 ലക്ഷം രൂപ കടമുണ്ട്. അപ്പം ക്രെഡിറ്റ് കാർഡിൽ കുറേ കടമുണ്ട്, അവിടെ കുറേ കടമുണ്ട്, ഇവിടെ കുറേ കടമുണ്ട്, അവിടെ കുറേ കടമുണ്ട്, അങ്ങനെ വന്നത്. അപ്പം ഞാൻ അദ്ദേഹവുമായി വിശദമായി സംസാരിച്ചു. അപ്പം ഞാൻ ഉപദേശിക്കല്ല ചേരുന്നത്, അദ്ദേഹത്തെ മികച്ച തീരുമാനം എടുക്കാൻ വേണ്ടി ഞാൻ പ്രാപ്തനാക്കുന്നുണ്ട്. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അങ്ങനെ പിന്നെ അദ്ദേഹം നമ്മുടെ സ്മാർട്ട് മണിക്ക് വന്നു. ഇന്ന് അദ്ദേഹം 4.5 കോടി നെറ്റ് വർത്ത് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേ ആളുകളെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. ഫാമിലി കൗൺസിലിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം കുറേ സമയം വേണം. അത് ചിലപ്പോൾ ഭർത്താവിനോട് സംസാരിക്കണം, ചിലപ്പോൾ ഭാര്യയായിട്ട് സംസാരിക്കണം, പിന്നെ രണ്ടാളെയും കൂട്ടി സംസാരിക്കണം. ചിലപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ പാർട്ടീസ് ഉണ്ടാവും, ഇവരുടെ അച്ഛനുണ്ടാവും, അവരുടെ അമ്മ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കണം. പക്ഷേ നമ്മളൊരു കുടുംബത്തെ സംസാരിച്ച് അവർ നേരെയായി സന്തോഷത്തോടുകൂടി ജീവിതം ജീവിക്കാമെന്ന് ഭയങ്കര സന്തോഷമാണ്. പൈസ വരും, അതോടൊപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, ഒരു ഫാമിലി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നതാണ്. അപ്പം ഇതേപോലെ കൺസൾട്ടിങ് കോച്ചിങ് കൊടുത്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അപ്പം അതിൽ പേഴ്സണൽ കൗൺസിലിംഗ് കൊടുക്കാം, സാമ്പത്തിക വിഷയങ്ങളിൽ കൗൺസിലിംഗ് കൊടുക്കാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൗൺസിലിംഗ് കൊടുക്കാം. നിങ്ങളുടെ ഒരു സ്പീക്കറാകുന്ന ആളായിരിക്കും, നിങ്ങൾക്ക് നല്ല ഒരാൾ കോച്ചിങ് തന്നാൽ നിങ്ങൾ നല്ലൊരു സ്പീക്കറായി മാറും. ഇതേപോലെ നമുക്ക് കൺസൾട്ടിങ് കൊടുത്തുകൊണ്ട് ഇതൊക്കെ പഠിച്ചെടുത്താൽ മതി, എളുപ്പമാണ്. ഇതൊക്കെ ഞാൻ അക്കൗണ്ടൻ്റായ ഒരാളാണ്, ഇതെല്ലാം പഠിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്കും പറ്റും, എല്ലാവർക്കും പറ്റും. വേറെ ഒരു വഴി എന്ന് പറഞ്ഞത് ബുക്ക് എഴുതാന്നുള്ളതാണ്. ഈ ബുക്ക് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായി കാണരുത്. ബുക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ MT വാസുദേവൻ നായർക്കുള്ള അങ്ങനത്തെ ആളുകൾക്കേ അത് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ വലിയ ആളുകൾക്ക് മാത്രമേ ഈ ബുക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള തെറ്റായ ധാരണ നമ്മുടെ മനുഷ്യനുണ്ട്. അല്ല, ഞാൻ ഈ അടുത്ത് ദുബൈയിൽ നിന്ന് എൻ്റെ ഒരു പരിചയമുള്ളൊരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം മുഖ്യമായും എന്നെ കാണണമെന്ന് പറഞ്ഞത്, അദ്ദേഹം പുതിയൊരു പുസ്തകം എഴുതുന്നു. ഇതുവരെ പുസ്തകം എഴുതിയിട്ടില്ല, സാധാരണക്കാരനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറയാനാണ് വിചാരിച്ചത്. അല്ല, അദ്ദേഹം ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ മുന്നോട്ട് പോയി. ആ പുസ്തകത്തിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ എഴുതി, അതൊക്കെ എനിക്ക് കാട്ടിത്തന്നു.
ആ പുസ്തകത്തിൻ്റെ ആശയങ്ങൾ എന്നോട് പറഞ്ഞു. ആ പുസ്തകം അപ്പം അങ്ങനത്തെ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് ഇറങ്ങാൻ പോകുന്ന പുസ്തകമാണ്, ഞാൻ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ അത്തരമൊരു അപ്രോച്ച് ടെക്നിക്കൽ ലോകത്ത് ഒരു പുസ്തകമായി വന്നിട്ടില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമുക്ക് ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് പുസ്തകം എഴുതാൻ കഴിവുള്ളവരുണ്ട്. ഇപ്പം എൻ്റെ ഇത് കേൾക്കുന്ന കുറേ ആളുകളുണ്ടാവും, പുസ്തകം എഴുതി തുടങ്ങിയ ആളുകൾ, അത് അൾമറയിലിട്ട് വർഷങ്ങളായി പൂട്ടി വെച്ചവരുണ്ടാവും. അപ്പോൾ പുസ്തകം നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു വരുമാന മാർഗ്ഗമാണ്. നമ്മൾ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഒരു പുസ്തകം എഴുതാം. നിങ്ങൾ സഞ്ചരിച്ച ഒരു രാജ്യം, ആ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പുസ്തകം എഴുതാം. നിങ്ങൾ പങ്കെടുത്ത ഒരു യാത്ര, ആ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് പുസ്തകം എഴുതാം. നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യുന്നത്, ആ ജോലിയിൽ നിങ്ങൾ വ്യത്യസ്തമായ ആളുകളെ കണ്ടിട്ടുണ്ടാകും, ആ ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതാം. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. വേറെ ഒന്ന്, നമുക്ക് ഇപ്പോൾ ഉള്ളൊരു പുതിയൊരു വരുമാന മാർഗ്ഗമാണ് ഓൺലൈനിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇടാം. ആമസോണോ ഇനി ട്രെയിനിങ് പ്രൊഡക്റ്റുകളോ കോച്ചിങ് പ്രൊഡക്റ്റുകളോ എന്തുമാവാം. നമ്മളൊരു സാധനം ഉണ്ടാക്കി, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ഓൺലൈനിലൂടെ സെല് ചെയ്യാം. അതിപ്പോൾ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയൊരു വിഷയമാണ്. ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ കുറച്ച് ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാം. ഒരു വരുമാന മാർഗം കൊണ്ട് നമുക്ക് സാമ്പത്തികമായി വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സാലറി മാത്രമുള്ള നമ്മൾ എവിടെ എത്താത്തത്. ഒരു കോവിഡ് വരുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. കുറേ വരുമാന മാർഗ്ഗങ്ങൾ വേണം. അങ്ങനെ ഈ വരുമാന മാർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രീംസിലും നമ്മളിങ്ങനെ ഇട്ട് കുറേ പാസീവ് ഇൻകം നമുക്ക് വരണം. അപ്പം ഞാൻ പറഞ്ഞ മാതിരി സാമ്പത്തിക സുരക്ഷിതത്വം, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതിനേക്കാളേറെ വരുമാന മാർഗ്ഗങ്ങൾ നമുക്കുണ്ടാവുക, അങ്ങനത്തെ ഒരു രസമുള്ളൊരു ലൈഫ്, അതാണ് സ്മാർട്ട് മണിയുടെ ലക്ഷ്യം. അതിനാണ് സ്മാർട്ട് മണി ഉള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഒന്നാമത്തെ ചവിട്ടുപടിയാണ് കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ആശയങ്ങളാണ് ഈ 2 വീഡിയോയും നിങ്ങൾ കാണുക. വീണ്ടും മറ്റൊരു ആശയമായി കാണാം. ഇഷ്ടമായി ഷെയർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.